ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് മടി പിടിച്ചിരിക്കുകയാണ്. മടി പിടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ രാവിലെയുള്ള ഒരു മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുളിക്കാനൊന്നും പോയിട്ടില്ല, ഫ്രഷ് ആയിട്ടില്ല. ഇന്ന് മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. സാധാരണ രാവിലെ തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്ത് റെഡി ആവുന്നതാണ്. അപ്പോൾ ഇന്നിങ്ങനെ മടി പിടിച്ചിരിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ ഇന്നങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തോന്നി ഞായറാഴ്ച ഇപ്പോൾ നമുക്ക് ഇന്നൊരു സദ്യ കഴിക്കാൻ പോയാലോ? എന്തെങ്കിലും സദ്യ കഴിക്കാൻ ഇഷ്ടമാണ്. സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എനിക്കും മധുരം ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഈ പപ്പടം പഴം പായസം ഒക്കെ കൂട്ടി കഴിക്കുക. ചോറൊക്കെ കുറച്ച് കഴിക്കുള്ളൂ, പക്ഷേ എല്ലാ ഐറ്റംസും കൂട്ടി കഴിക്കാനായിട്ട് ഇടയ്ക്ക് നമുക്കൊരു ആഗ്രഹം തോന്നും. ആഗ്രഹം തോന്നുമ്പോൾ അത് ചെയ്യണ്ടേ അല്ലേ? അപ്പം നമുക്ക് ഇന്ന് എവിടെ സദ്യ കിട്ടാം? നല്ല ശബ്ദത്തിൽ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട്. തൃശ്ശൂരാണ് കേട്ടോ. നമുക്ക് ഇവിടെ അങ്കമാലിയിൽ തൃശ്ശൂർ വരെ പോകണം. തൃശ്ശൂർ പോകാനാണോ? തൃശ്ശൂരാണ്. ഇവിടെ എറണാകുളത്ത് പല സ്ഥലങ്ങളിലും കിട്ടും, പക്ഷെ നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂർ പോകാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ തന്നെ അപ്പൊ അവിടെ തന്നെ പോകാന്നാണ് വിചാരിച്ചല്ലേ? അപ്പൊ എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. എന്നാ ഇനി പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞില്ലേ? അപ്പോൾ എന്നാൽ തൃശ്ശൂർ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ പിഷാരഡീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. പിഷാരഡി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നല്ല വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള നിൽക്കുക. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാം. ഇത് നോക്കിയാ ഈശു, ഇത് നോക്കിയാ ഈശു രാവിലെ തന്നെ TV വെച്ച് കാണാൻ ഇത് കണ്ട നിൽക്കണ നോക്കി. ഈശുവിനെപ്പോഴേക്കും നാണം വന്നു. അപ്പോൾ ഇതേ TV വെച്ചിട്ട് രാവിലെ തന്നെ TV വെച്ചേക്കും. TV വെച്ചിട്ട് അവളുടെ അത് സൗണ്ട് മ്യൂട്ടാക്കി കഴിഞ്ഞപ്പോൾ അവള് വന്ന് വേഗം വന്നൊരു അത് സൗണ്ട് വയ്ക്കാനുള്ള ശ്രമത്തിൽ ഓടി വന്നതാണ്. അപ്പോൾ ഇത് സൗണ്ട് വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കോപ്പിറൈറ്റ് ഒക്കെ വരില്ലേ, മ്യൂസിക്കൊക്കെ വെച്ചിട്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി വൈകില്ല, എന്നാൽ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് പോവാം അല്ലേ? അപ്പൊ 10:15 മറ്റോ ആയി. ആണോ? അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല ഇന്ന്. അതെ. അപ്പോൾ ഇന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പെട്ടെന്ന് മഴയുടെ ഒരു അന്തരീക്ഷം കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു അങ്ങനെയല്ല, ഉറക്കെ പറയും. എഴുന്നേറ്റ് നിന്ന് പറ. ഹായ് പറഞ്ഞേ. എവിടേക്ക് പോണേന്ന്? സദ്യ കഴിക്കാൻ പോവാന്നാണ്. ഉച്ചത്തിൽ പറയും, എന്നാലും കേൾക്കാൻ പറ്റുള്ളൂ. ഞങ്ങള് പറഞ്ഞാലും പറയും. കൊച്ചിന് ഐസ്ക്രീം മാത്രമേ ചിന്തയുള്ളൂ, സദ്യ ഒന്നും അല്ല, അവർക്ക് ഐസ്ക്രീമാണ്. പാപ്പം കഴിച്ച ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാറുണ്ട്. കൊച്ചിന് ഏതാ ഐസ്ക്രീം വേണ്ടത്? പേപ്പർ കളർ ഐസ്ക്രീം. അപ്പോൾ അതെങ്കിൽ വൈകിക്കണില്ല, പെട്ടെന്ന് നമുക്കന്ന് റെഡി ആയിട്ട് നമുക്ക് പിഷാരടിയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് യാത്ര കാഴ്ചകളും സദ്യയൊക്കെ കഴിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരട്ടോ. അല്ല, അടിപൊളി സദ്യയാണ്. നമുക്ക് ഒരുമിച്ച് പോയി സദ്യ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ റെഡിയല്ലേ? എന്നാൽ പോവാന്നാ. ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വേഗം റെഡി ആയിട്ടോ. വേഗം റെഡി ആയെന്ന് പറഞ്ഞപ്പോൾ സമയം റെഡിയായി. ഇപ്പൊ സമയം 12 ആയിട്ടോ. അപ്പൊ ഞങ്ങള് നേരെ പിഷാരടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. വാച്ച് കണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രഷായി റെഡിയായി ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. പിന്നെ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുള്ള അവിടെ നല്ല ഊണ് നമുക്ക് കഴിച്ചുകൊണ്ട് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാന്നാ. ഓക്കെ, ഇപ്പം ഇറങ്ങാന്നാ. ഇസിൻ്റെ ഷൂ ഒക്കെ തുടച്ച് നിന്ന് കറക്റ്റ് ചെയ്ത് അവൾക്ക് അത് തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പൊടി 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 അങ്ങനെ ഞങ്ങള് കാറി കയറി. കറക്റ്റ് 12 കഴിഞ്ഞിട്ടോ. കാറി കയറി. പൂച്ച പോട്ടെ, പൂച്ച പാപ്പം കഴിച്ചിട്ട് പോട്ടെ. അപ്പൊ നമ്മള് യാത്ര തുടങ്ങിട്ടോ. അങ്ങനെ ഞങ്ങള്
അങ്കമാലി എത്താറായി. ഞങ്ങള് തുറവൂര് വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്കമാലിയിലേക്ക് എത്തി. അവിടുന്ന് നമ്മൾ തൃശ്ശൂർ റൂട്ടിലേക്ക് ഹൈവേ വഴി നേരെ പോകും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. അവിടെ മറ്റേ വഴി അത്ര ക്ലിയർ അല്ല. പിന്നെ അത് കാരണം നമുക്കൊരു യാത്ര കംഫർട്ട് ആയിരിക്കില്ല ആ വഴി. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി, ഇതെപ്പോഴും നമുക്ക് നല്ല ഇതായിരിക്കും. അപ്പോൾ ഈ വഴി തിരക്ക് ഇന്ന് ഇല്ല. അങ്ങനെ ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് ആ വഴി കുറച്ച് വിജനമാണ്. ഇത് കണ്ടോ, വഴി ഇവിടെ ഫ്രീ ആണ്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ രാവിലെ ആകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ സമയം ആയതുകൊണ്ട് വഴി ഫ്രീ ആയിട്ടുണ്ട്. അതായത് നമുക്ക് സൗകര്യമായിട്ട് പോകാൻ സാധിക്കും. ഇന്ന് ചൂട് അത്ര ചൂട് തോന്നുന്നില്ല അല്ലേ? ഇന്ന് ക്ലൈമറ്റ് തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും അത്ര ചൂട് തോന്നുന്നില്ല കേട്ടോ ഇന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാവാം അത്ര വെതർ ചൂടല്ല തോന്നുന്നു. അതും യാത്ര നമുക്ക് കുറച്ച് കംഫർട്ടായി. ഇവിടെ പാലിയേക്കര ടോളിൽ എത്തിയിട്ട് നമ്മൾ നല്ല ബ്ലോക്കാണ്. ഒരുപാട് ക്യൂ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇത്രയും തിരക്കെന്താണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാവണില്ല. ഒരുപാട് ലൈനുകൾ ഇങ്ങനെ ഉണ്ട്. നമ്മളിവിടെ ഇടയ്ക്ക് കയറ്റി വന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ക്യൂ അങ്ങോട്ട് തീർന്നിട്ടില്ല. നമ്മുടെ വാഹനം മൂവ് ചെയ്ത് അങ്ങോട്ട് എത്തിയിട്ടില്ല. സൺഡേ ആണെങ്കിൽ ഇത്ര തിരക്കുണ്ടോ അറിയില്ല. നമ്മൾ സൺഡേ വീക്ക് വന്നിട്ടില്ല. വെക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി അങ്ങനെ കാര്യം ഉണ്ടാവാം. എന്നാൽ ഇത്രയും തിരക്ക് നമ്മൾ വരുമ്പോ കണ്ടിട്ടില്ല. വലിയ കട്ടൗട്ടൊക്കെ ഉണ്ടാവും. മോഹൻലാലിന്റെ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ? തിയേറ്റർ ആണോ? അത് തിയേറ്റർ ആണോ? അത് തിയേറ്റർ അല്ല. ഇവിടെ ഒരുപാട് ഹോട്ടൽ ലൈറ്റ് ഇന്റർനാഷണൽ. ഇവിടേക്ക് ഒരുപാട് ഹോട്ടലുകളും ബാറുകളും ഒക്കെ തിരക്കുള്ള റോഡാണ് കേട്ടോ ഈ വഴി. ഇതേതാണ് ഇവിടെ? ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എവിടെയാണോ നോക്കി? ഫോട്ടോ ഹൗസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. വളരെ ഇടുങ്ങിയ വഴിയാണല്ലോ. ഇവിടുന്ന് ഇവിടെ മാപ്പ് കാണിക്കുന്നത് നമ്മുടെ ഷോർട്ട് കട്ട് വഴികളൊക്കെ ആണല്ലോ. മനമുണ്ടായിരുന്നേ, ഷോർട്ട് കട്ട് വഴി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കറങ്ങി നമ്മൾ പോകുന്നത്. എവിടെ എത്തുന്ന അറിയില്ല. നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഫുള്ളാണോ? നമുക്ക് നോക്കാം. പാർക്ക് എവിടെ ചെയ്യും നോക്കട്ടെ. അങ്ങനെ നമ്മൾ പിഷാരടി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. പാർക്കിംഗ് ഒക്കെ കുറവായിരുന്നു. നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് കിട്ടി. നമുക്കും പോവാം. എന്തായാലും റെസ്റ്റോറൻറ്റ് അകത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ എല്ലാവരും വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റിംഗ് ആണ്. അകത്ത് സീറ്റൊക്കെ ഫുള്ളായതുകൊണ്ട്
എല്ലാവരും ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി സീറ്റ് അയക്കുമ്പോൾ എല്ലാവരെയും പുറത്തിരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ അങ്കമാലിലും ഒക്കെ പല ഷോപ്പുകളിലും കാർത്തിയായനിലൊക്കെ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ വിളിക്കാറുള്ളത്. ഇവിടെ അങ്ങനെയില്ല, ഇവിടെ എല്ലാവരും ഒരുമിച്ച് വിളിക്കുമെന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വരുന്ന എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഇവിടെ വന്നിട്ട്. ഉണ്ടോ? അങ്ങനെ നമ്മുടെ ഒഴിവായിട്ട് മുകളിൽ സ്പേസൊക്കെ ഫ്രീ ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിളിച്ചു. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ താഴെ ഒരുപാട് സ്പേസ് ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഹോട്ടലിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2 മണി ആറായി. അപ്പോഴും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി ഒന്ന് വാഷ് ചെയ്തു. മുകളിലും ഇരിക്കാൻ വേണ്ട സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്പേസ് ധാരാളം ഉണ്ട്. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. കാരണം ഭക്ഷണം കഴിക്കുന്നവരൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചിട്ട് വേണമല്ലോ എഴുന്നേക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ തിരക്കിട്ട് പോകുന്നതും ശരിയല്ല. ഇത് കണ്ട മുകളിലുള്ള ഭാഗം നോക്കി നല്ല പഴയൊരു തറവാടിനെ ഓർമ്മിപ്പിക്കുന്ന വളരെ പഴക്കമുള്ള ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകൾ നമുക്ക് തരുന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. ഇതാണ്ട ഇലയിൽ എല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതാ ഇവിടെ സ്പേസ് ആയിട്ടില്ല കേട്ടോ. ഇത് വെയിറ്റ് ചെയ്യാൻ വീണ്ടും പറയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പുറത്തേക്ക് തന്നെ ഇറങ്ങി വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് മുകളിലുള്ള നിലയിലും ഫ്രണ്ടിൽ കണ്ട ഒരുപാട് ചെയറൊക്കെ ഇട്ട് സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ ഇലയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. കണ്ട മുകളിലെ പഴയ തറവാടിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ. ഭിത്തിയിൽ ചില ഛായാചിത്രങ്ങൾ, ഒരു നർത്തകിയുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചേച്ചിന്ന് ഇലയൊക്കെ തുടച്ച് നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാഫ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ. നല്ല സർവീസാണ് ഇവിടെ എന്നാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നല്ല സർവീസൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഊഴമായി. ഇപ്പോൾ ഇവിടെ ടേബിളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി. നമ്മൾ അകത്തേക്ക് കയറി കണ്ടോ. ഇവിടെ നമുക്ക് ടേബിള് ഫ്രീ ആണ്. അപ്പം നമ്മൾ ഈ ടേബിളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം. അങ്ങനെ കുറേ സമയം നമ്മൾ ഇരുന്നു. സാരമില്ല, എല്ലാം കാത്തിരിപ്പിനും ഒരു സുഖമല്ലേ. അങ്ങനെ നമുക്ക് ഭക്ഷണം ഇപ്പോൾ തന്നെ ഇല ഇടും കേട്ടോ. ഇവിടെ ഇല ഇടുമ്പോൾ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ ഇല ഒരു പേപ്പറിലാണ്, ഒരു അടിയിലൊരു ഷീറ്റ് ഉണ്ട്, ഒരു പേപ്പറിൻ്റെ ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിലാണ് ഈ ഇല ഇടുന്നത്. അങ്ങനെ ഇലയിട്ട് ഇതാ നമുക്ക് ഇല കിട്ടി. 2 പേർക്ക്. ഈശുവിന് ചെറിയ ഇല ചോദിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇല ഇട്ട് കഴിഞ്ഞാൽ അഡീഷണൽ ബില്ല് വരും എന്ന് പറഞ്ഞു. നമുക്ക് മറ്റ് പല ഹോട്ടലുകളിലെയും പോലെ നമുക്ക് ചെറിയ ഇല കുട്ടികൾക്ക് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ഇലയുടെ അടിയിലൊരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ ഇവരുടെ പരസ്യമുണ്ട്. ഇവരുടെ പരസ്യം, ഇവരുടെ അഡ്രസ്സ്, ഇവരുടെ ബ്രാഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളം വെച്ചു. നമ്മുടെ ഇവിടെ കരിങ്ങാലി കാതൽ അല്ലേ, കരിങ്ങാലി കാതൽ ഇട്ട വെള്ളമാണ്. വെള്ളം ഒന്ന് കുടിച്ചു നോക്കാം. വെള്ളത്തിന് പ്രത്യേക ഫീലുണ്ട് കേട്ടോ. വെള്ളത്തിന് ചെറിയ കരിങ്ങാലി ഇട്ട വെള്ളം, തിളപ്പിച്ച വെള്ളമാണെങ്കിലും വെള്ളത്തിന് ചെറിയ ഒരു മധുരം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ മധുരം ഫീൽ ചെയ്യുന്നുണ്ട്.
കറികളൊക്കെ നമുക്ക് വിളമ്പി തുടങ്ങി. ഇഞ്ചി ആദ്യം വിളമ്പി, പിന്നെന്താണ് അച്ചാർ വിളമ്പി. ഓരോരുത്തർക്കും മാറി മാറി വിളമ്പുന്നത്. സെപ്പറേറ്റ് ഒരാൾ എല്ലാ കറികളും വിളമ്പില്ല കേട്ടോ. വേറെ വേറെ ആളുകളാണ് വന്നിട്ട് നമുക്ക് വിളമ്പുന്നത്. കാരണം സെപ്പറേറ്റ് പാത്രങ്ങളിലാണ് ഈ കൊണ്ടുവരുന്നത്. ശർക്കര വരട്ടി ഉണ്ട്. ചിപ്സ് ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഇല്ല, ചിപ്സ് ഇല്ല. അങ്ങനെ നമുക്ക് ഓരോ കറികളായിട്ട് അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇഷു പിന്നെ പതിവ് പോലെ തന്നെ മൊബൈൽ നോക്കി അവൾ അതിൽ ലയിച്ചിരിക്കുകയാണ്. അവൾക്കൂടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അവൾക്ക് ബാധകമല്ലെന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. നന്ദിനിയും അലസമായൊരു വികാരത്തോടെ ഇരിക്കുകയാണ് വിളമ്പുന്നത് കണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ കറികളും വിളമ്പി നമ്മളത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കറികൾ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം തന്നെ അച്ചാറടക്കം ഇഞ്ചി 1 2 3 4 5 6 ഐറ്റം വിളമ്പി കഴിഞ്ഞു. പിന്നെ ഒരു പൊടിയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ കൊണ്ടാട്ട മുളകുണ്ട്. ഇങ്ങനെ കറികൾ ഒരുപാടുണ്ട്. എങ്ങനെയുണ്ട് അച്ചാർ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അത് കഴിച്ചു നോക്കൂ. പൈനാപ്പിൾ കറിയാണ്. ഓക്കെ ഓക്കെ. പൈനാപ്പിൾ കറിയുണ്ട്, കൂട്ടുകറികളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒന്ന് നോക്കാം. ഇതാ ചോറും വേണം കേട്ടോ. നല്ല ആവി ഇറക്കുന്ന പൊന്നിയരിയുടെ ചോറാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നിയരിയുടെ ചോറ് അരി വേവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ചോറും വിളമ്പി. ഇനി സാമ്പാർ, മറ്റ് ഒഴിച്ച് കറിക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഒഴിച്ച് കറി എത്തിയില്ല. നല്ല ചൂടാണ് കേട്ടോ. തീ ചൂടാണ്. നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ്. ഇതാ അങ്ങനെ നല്ല ചൂട് സാമ്പാർ എത്തിയിട്ടോ. നല്ല സാമ്പാർ എന്ന് പറഞ്ഞാൽ തീ ചൂട് തന്നെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. കൈ തൊടാൻ പറ്റണില്ല. ഈ ചൂട് സാമ്പാറും ചോറും കൂടി ഒന്ന് കൂട്ടി കുഴച്ചെടുക്കുമ്പോഴുള്ളൊരു സുഗന്ധം ഉണ്ടല്ലോ, അത് വാഴയിൽ പറയാതെ വയ്യ കേട്ടോ. നല്ല സുഗന്ധം വാഴയിൽ നിന്നിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു സുഖമെന്നറിയാം. അടിപൊളി. നല്ല ചൂട് ചോറും സാമ്പാറും കൂടി കൂട്ടിയിട്ടൊരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കഴിക്കുമ്പോൾ ഒരു സുഖവും വരുന്നൊരു നല്ല സുഗന്ധം വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത നല്ല സാമ്പാറിൻ്റെ മണമാണ് കേട്ടോ. അടിപൊളിയാണ്. വേപ്പിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കട്ടെ. നല്ല കറിക്കൂട്ടുകളുടെ ഒരു സുഗന്ധം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പിഷാരടിയുടെ ഊണെന്ന് പറഞ്ഞാൽ നാവിൽ കൊതി ഊർന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 കറികളുണ്ട് കേട്ടോ. പിന്നെ കൊണ്ടാട്ട മുളകും കൂടി ഉണ്ട്. നന്ദിയും പതുക്കെ കുഴച്ചാണ് കഴിക്കുകയാണ്. സദ്യ നമ്മൾ ഇലയിൽ നല്ല രീതിയിലുള്ള സദ്യ കെട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ വേറെ. എന്തുണ്ട്? പായസം കണ്ട ഗോതമ്പ് പായസം ഉണ്ട്, പരിപ്പുണ്ട്. പാലട ഇപ്പോൾ തന്നെ കൊണ്ടു തരും കേട്ടോ. പാലട വന്നിട്ടില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം. വേണ്ട, എന്ത് രസമാണെന്നറിയാം. നമ്മൾ ആ ഒരു പച്ചക്കറി സദ്യ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഗന്ധം. പപ്പടം വന്നു കേട്ടോ, വലിയ പപ്പടം. നല്ല ചൂടൻ പപ്പടമാണ് വന്നിരിക്കുന്നത് കേട്ടോ. സാമ്പാറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. കാരണം ഇതുപോലൊരു സദ്യ നമ്മൾ അടുത്തൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലെന്നുള്ളതാണ്. കാരണം നമുക്ക് എറണാകുളം ഭാഗത്തേക്കൊന്നും ഇതുപോലൊരു സദ്യ നമുക്ക് ഇതിന് മുൻപ് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ടുള്ള സദ്യകളിൽ ഈ അടുത്തൊന്നും ഇതുപോലൊരു സദ്യ കഴിച്ചിട്ടില്ല. മത്തങ്ങ തോരനും ഞാൻ മത്തങ്ങയും പയറും കൂട്ടിയിട്ടുള്ള കറി ഉണ്ടല്ലോ, അതും ഒന്ന് കഴിച്ചു നോക്കി. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള, മനസ്സിനും വയറിനും വളരെ സംതൃപ്തി തരുന്ന നല്ല ഒരു സദ്യ തന്നെ ഉണ്ണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്.
നന്ദി നല്ല വടിച്ച് കഴിക്കണം കേട്ടോ. പാലട പ്രഥമൻ അത് തൃശ്ശൂരുകാരെ തന്നെ കഴിക്കണം, കഴിക്കാൻ വേറെ ആരില്ല. അച്ചാർ കൂടി തുടങ്ങില്ലല്ലേ? അച്ചാർ തീർന്നോ? ചെറിയ തീർന്നു. ഇവിടെ ഇരിക്കേണ്ട അച്ചാറ് രക്ഷയില്ല കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇവിടെ ചോറ് കഴിക്കണം. ഇനി നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. ഇനി കാണാം, പോയിട്ട് കാണാം. ഇനി വെള്ളം കൂടി കുടിക്കണം. രണ്ടാമത് ചോദിച്ചല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചു. നമുക്ക് എഴുന്നേക്കാം. ഇനി വയറുണ്ട്, എഴുന്നേക്കാൻ വയ്യ. ഇവിടെ കുറച്ച് സമയം ഇരിക്കാൻ തോന്നും. ചെറിയ ഇടനാഴിയെ പോലെയാണ് കേട്ടോ ഇവിടെ വാഷ്. കണ്ടോ, പഴയ ഒരു തറവാടിൻ്റെ ശൈലിയിലാണ് ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ടോ, ഇസു ചെന്ന് കഴി പോവാം. ഫോണോടേക്ക് ഇത് കഴിയിട്ട് വേണ്ട, എന്താ ഫോൺ എടുക്കാം. ചെല്ലി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയാണ് പുറത്തേക്ക് കേട്ടോ. ഇവിടെ വെച്ചോ. പായസമായിട്ട് സാധനം സദ്യ. ഞങ്ങൾ തന്നെ ഫുഡൊക്കെ കഴിച്ച് താഴേക്ക് പടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പടി ഇറങ്ങി താഴെ നമുക്ക് ഇവരുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള റെഡി ടു കുക്ക് ഐറ്റംസ്, അതുപോലെ ചമ്മന്തിപ്പൊടി, ചട്നിപ്പൊടി തുടങ്ങിയിട്ടുള്ള പായസം, ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിത് വാങ്ങിക്കാനായിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പായസം വാങ്ങിക്കണം. പിന്നെ ഇവരുടെ ചക്കയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. ചക്ക പപ്പടം ഉണ്ട്, അതുപോലെ ഐറ്റംസ് ഉണ്ട്. ഇതാ കണ്ടോ, നിരത്തി വെച്ചിരിക്കുന്നുണ്ടോ, ഒരുപാട് ഐറ്റംസ് നിരനിരായിട്ട് ഇരിക്കുന്നുണ്ടോ പാക്കറ്റുകളിലാക്കി. ഇതെല്ലാം പിഷാർഡീസിൻ്റെ വെജ് ബിരിയാണി ഉണ്ട്, പിന്നെന്താ ഒരുപാട് വെജിറ്റബിൾ കുറുമ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഗീ റൈസ് ഉണ്ട്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ചട്നിപ്പൊടി, ചമ്മന്തിപ്പൊടി, അത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സാമ്പാർ പൊടി തുടങ്ങിയിട്ടുള്ള വളരെ ഈസിയറായിട്ട് നമുക്ക് വീട്ടിൽ പാകം ചെയ്യാവുന്ന തരത്തിലേക്ക് ഐറ്റംസ് റെഡിയാക്കിയാണ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് യഥേഷ്ടം വാങ്ങിക്കാനായിട്ട് ഇവിടെ ലഭ്യമാണ്. ഞങ്ങളും ഒന്നിട്ടെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. പാലട വേണ്ട, പരിപ്പ് മാത്രം മതി. ചമ്മന്തിപ്പൊടി വേണം, ഇത് എടുത്തിട്ട് മതി. ഇത് നമുക്ക് കുറച്ച് പുളി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഒരു പേന ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. പിഷാരടി ഹോട്ടലിൽ നിന്ന് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. നല്ല വെയിലാണ്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പായസത്തിൻ്റെ ബില്ല് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ പായസം വാങ്ങിക്കുന്നത്. നമ്മൾ 2 1/2 ലിറ്റർ വാങ്ങിച്ചു. ഒന്ന് നമ്മുടെ അനിയൻ്റെ വീട്ടിലേക്കും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവിടേക്ക് ഒരു 1/2 ലിറ്റർ വാങ്ങിച്ചു. നമ്മളൊരു 1/2 ലിറ്റർ പായസം വാങ്ങിച്ചു. പരിപ്പ് പായസമാണ് കേട്ടോ വാങ്ങിച്ചത്. അതവർ റെഡിയാക്കി നല്ല സീൽ ചെയ്ത് ഭദ്രമായിട്ട് ലീക്കൊന്നും ആവാത്ത രീതിയിൽ നമുക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി നമുക്ക് വാങ്ങിച്ചിട്ട്
നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 4:30 മണി വരെ, അല്ല 4 മണി വരെ ഭക്ഷണം ഉണ്ടെന്നാണ് പറഞ്ഞത്. 10:30 മണിക്ക്, രാവിലെ 10:30 തൊട്ട് 4:30 വരെ ഉണ്ട് ഇവിടെ ഭക്ഷണം. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 9:30 മണി വരെ രാത്രി 9:30 മണി രാത്രി വരെ ഭക്ഷണം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും നിറഞ്ഞ മനസ്സോടു കൂടിയാണ് നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് പോകുന്നത്. ഇതാ നമ്മൾ കിറ്റ് റെഡിയായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതാ ഇവിടെ തുളസിത്തറ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടാ വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കിടന്ന് ഫുള്ളായിരുന്നു. ഇപ്പോൾ ഒരുവിധം പാർക്കിംഗ് കുറഞ്ഞു തുടങ്ങി. എന്നാലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പിഷാരഡീസിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. മുകളിലും താഴെയായിട്ട് നല്ല സൗകര്യമായിട്ട് നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സജഷൻ ഈ ഹോട്ടലിനെ സംബന്ധിച്ച്. ഇതേ ഇവിടെ മുറ്റത്തൊരു മാവ് നിൽക്കുന്നുണ്ടോ, നിറയെ മാങ്ങയായിട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സദ്യ കഴിഞ്ഞു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കാറി കയറി അപാര സദ്യ ചെയ്തിട്ടോ. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ നമ്മൾ സദ്യ കഴിച്ചിട്ടില്ല. സദ്യയുടെ എല്ലാ കറികളും ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തൃശ്ശൂരൊക്കെ വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂർ മാത്രമല്ല ഇവിടെ പാലക്കാട് പട്ടാമ്പിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബ്രാഞ്ചസ് പിഷാരഡീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ സദ്യ എന്ന് പറയുന്നത് രാവിലെ 10:30 മണിക്ക് തുടങ്ങും കേട്ടോ. 10:30 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി വരെ ഉണ്ടാവും. നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വൈകിട്ട് 9:30 മണി വരെ ഒരു സദ്യ തരാൻ തയ്യാറാണ് താനും. അപ്പോൾ പായസം 2 തരം പായസമുണ്ട്, 3 തരം പായസമുണ്ട് വാസ്തവത്തിൽ. പരിപ്പുണ്ട്, പാലടയുണ്ട്. സെക്കൻഡൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മാറിയും മറിഞ്ഞും വരും. അതായത് ഗോതമ്പ് പായസം ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അങ്ങനെ 3 തരം പായസമുണ്ട്, മാറ്റി അവർ തരാറുണ്ട്. അങ്ങനെ പിന്നെ ആവശ്യത്തിന് കറികൾ, നല്ല സ്നേഹപൂർവ്വമായിട്ടുള്ള പെരുമാറ്റം, നല്ല സ്റ്റാഫൊക്കെ നല്ല ബിഹേവിയറാണ്. തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് സൺഡേ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചോറ് കഴിഞ്ഞപ്പോൾ ഒരു പൊന്നിയരി വേവിച്ചാണ് നമുക്ക് തന്നത്. അപ്പോൾ ആ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ സമയം പോലെ ഇരുന്ന് കഴിക്കാം. സവാശം ആവശ്യത്തിന് ഫുഡ് കഴിക്കാം ഒക്കെ നമുക്ക് അവർ ആവശ്യത്തിന് തരും. അപ്പോൾ എത്ര കറി ഉണ്ടായിരുന്നു? നമ്മൾ കറിയുടെ എണ്ണം ഞാൻ മറന്നുപോയി. എണ്ണം ഞാൻ ഒന്നും കൂടി ഓർത്ത് പറയാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഈ പിഷാരഡീസിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ തൃശ്ശൂരാണ് വന്നത്. നല്ല ഫുഡാണ്, ഞങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായമായിരുന്നു. അടുത്തെങ്കിലും ഇതുപോലെ സദ്യ കഴിച്ചിട്ടില്ല. പപ്പടം പായസം ഉണ്ടാവും. ഇന്ന് പഴം അവർക്ക് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ പഴം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് പഴം ഇല്ലാതിരുന്നത്. അതുപോലെ പരിപ്പും അല്പം ഇന്ന് സൺഡേ ആകുമ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് കൂടുതൽ വാങ്ങിച്ച് കഴിക്കും. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കാണ്ട് കുറച്ച് തീർന്നുപോയി. അപ്പോൾ സാധാരണ തീർന്നു പോയെന്ന് അവർ പറയില്ല, കാരണം തീർന്നവർ ഉണ്ടാക്കി കൊടുക്കും. അത് അവരുടെ ഡ്യൂട്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ നല്ല സർവീസായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊന്നും ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര അങ്കമാലിയിലേക്ക് തുടരുകയാണ്. അവിടുന്ന് പുറത്തിറങ്ങി ജസ്റ്റ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടുള്ള വീഡിയോസും ഭക്ഷണമൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിയറ്റ്നാം വീഡിയോസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം. എന്താ പറയാനുള്ളത്? അപ്പോൾ നന്ദദേവ് അടുത്ത് ഇതുപോലെ സദ്യ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മുടെ വയറ് നിറഞ്ഞു പോട്ടോ ശരിക്ക് പറഞ്ഞാൽ. നമുക്ക് നല്ല എല്ലാ കറികളിലും നമുക്ക് ഒരു കോംപ്രമൈസ് എല്ലാം നല്ല കറികൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്കെന്താ യാത്ര തുടരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. യാത്രയൊക്കെ കഴിഞ്ഞ് ഒന്ന് അനിയൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ അനിയൻ്റെ വീട്ടിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറി. ഇന്ന് സദ്യ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് സദ്യ കഴിച്ച് വയറിച്ച് സദ്യ കഴിച്ച് വന്നതിൻ്റെ ഒരു ക്ഷീണം, പിന്നെ യാത്ര ചെയ്ത് നല്ല ചൂടുമാണല്ലോ, അതുകൊണ്ട് നല്ല ചൂടായിരുന്നു. അങ്ങനെ എനിവേ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പായസം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1 ലിറ്റർ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി പായസമായിരുന്നു. എനിക്ക് പായസം കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഉപ്പ് എടുത്ത് തന്നെ കഴിക്കാൻ പോയി. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പായസമാണ്. വിർച്വലി നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ പായസം നമ്മൾ പകർത്തി ഒഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പായസമാണ് കേട്ടോ.
ഇനി ഈ പായസം ഒന്നെടുത്ത് കഴിക്കാം. വേണ്ട, വിർച്വലി നിങ്ങളും വാങ്ങിച്ച് കഴിക്കുക എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. കണ്ട അടിപൊളി പായസം. ഞാനിപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പായസമാണ്. ഇവർക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ റെഡി ടു കുക്ക് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. അവരൊരു ബ്രോഷറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നാവിൽ അലിഞ്ഞു പോകുന്ന രുചിയാണ് കേട്ടോ. പരിപ്പ് പായസം നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, പിഷാരഡീസ് റെഡി ടു കുക്ക് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടോ. ഇത്തിരി നേരം ഒത്തിരി വിഭവങ്ങൾ. ഇത് മുഴുവൻ ഒരുപാട് പേജ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എത്രയോ പേജ് ഉണ്ടെന്നറിയാം. പനീർ ബട്ടർ മസാല, പിന്നെ ഇൻസ്റ്റൻറ്റ് സാമ്പാർ, ബിരിയാണി, ഇൻസ്റ്റൻറ്റ് രസം, ഇൻസ്റ്റൻറ്റ് സേവ. ആമസോൺ, സ്വിഗ്ഗി, സൊമാറ്റോ. ഇന്ത്യക്ക് അകത്തും പുറത്തും പിഷാരഡീസിൻ്റെ ഉൽപ്പന്നം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. കൂടാതെ പിഷാരഡീസിൻ്റെ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ മുതലായ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. നാളത്തേക്കുള്ള വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അതിന് എഡിറ്റ് ചെയ്യണം. ഇന്ന് ആകെയായിട്ട് ഞായറാഴ്ച ഒരു ദിവസമാണ്. അന്ന് നമ്മൾ യാത്രയൊക്കെ പോയതുകൊണ്ട് അത് നടന്നില്ല. ഇനി കുറച്ച് സമയം എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് നാളത്തേക്കുള്ള വീഡിയോ തയ്യാറാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.